നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചരിത്ര നേട്ടത്തിൽ KSRTC വനിതകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങി. സ്വാഗതം ചെയ്ത് സന്തോഷത്തോടെ വനിതകൾ. കോട്ടയത്ത് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യം. യാത്രക്കാരും സമരക്കാരും തമ്മിൽ തർക്കം. MG സർവകലാശാലയിൽ RSS കാവ്യവൽക്കരണമെന്ന് SFI. സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച്. എലിക്കുളത്ത് കർഷക സംഗമം. കുരുവിക്കൂട് തളിർ നാട്ടുചന്തയ്ക്ക് സ്ഥിരം കെട്ടിടമൊരുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. വാർത്തകൾ വിശദമായി. ചരിത്ര നേട്ടത്തിലേക്ക് KSRTC സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങി. കോട്ടയത്ത് ജില്ലാതല ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി ബസ് യാത്രാ പദ്ധതി തുടങ്ങി. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ സൗജന്യ യാത്രാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പദ്ധതി കേരളം രാജ്യത്തിന് നൽകുന്ന മാതൃകയാണെന്ന് സ്പീക്കർ പറഞ്ഞു. കെട്ടഴിച്ചു വിട്ടതുപോലെയല്ലേ നമ്മുടെ സ്ത്രീകൾ എല്ലാവരും വണ്ടിയിൽ ഇപ്പോ വന്ന് കയറുന്നത്. അവർക്ക് ഒരു ടിക്കറ്റും വേണ്ട, അവർക്കുള്ളത് 0 ടിക്കറ്റാണ്. എത്ര ആളുകൾ യാത്ര ചെയ്തു എന്നുള്ളതിന്റെ കണക്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ഒരു 0 ടിക്കറ്റ് അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്ത് പോകാൻ പറ്റും. അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യം കൊടുക്കും. മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും ഇവിടെ സൗജന്യ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ട്. അങ്ങനെ കേരളം ഇന്ത്യക്ക് മാതൃക കൊടുക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത UDF ഗവൺമെന്റിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയും ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം നമ്മളുടെ സഹോദരിമാർ ഒരിക്കലും മറക്കില്ല എന്ന് കണക്കാക്കുകയും ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആദ്യ സർവീസിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് പൊൻകുന്നത്ത് തുടക്കമായി. പൊൻകുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകളെ ചേർത്ത് നിർത്തുകയാണ് UDF സർക്കാരെന്ന് MLA പറഞ്ഞു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് പൊൻകുന്നത്ത് തുടക്കമായി. പ്രിയദർശിനി പദ്ധതിയുടെ പൊൻകുന്നം ഡിപ്പോതല ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ വെച്ച് നിർവഹിച്ചു. UDF സർക്കാർ വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ വനിതകളെ ചേർത്ത് നിർത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് MLA പറഞ്ഞു. പൊൻകുന്നം KSRTC ഡിപ്പോ തന്നെ 23 ഓർഡിനറി സർവീസുകളാണ് പ്രതിദിനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ 23 ബസ്സുകൾ എന്ന് പറയുന്നത് ഒരു പ്രതിദിനം എത്ര ചാലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് അമ്മമാർക്കാണ് ഇതുകൊണ്ട് ഈ പ്രയോജനം. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ, അതുകൊണ്ടാണ് സ്ത്രീകൾ ഏറ്റെടുത്ത ഒരു വലിയ വികസന പദ്ധതിയാണ്. ഞാൻ ഇതിനെ കുറിച്ച് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട UDF സർക്കാർ, VD സതീശൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നടപ്പാക്കും. ഈ നാട്ടിലെ ജനങ്ങളോട് നീതി പുലർത്തും. അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ജോസഫ് പത്യാലയ്ക്ക് ആദ്യ സൗജന്യ ടിക്കറ്റ് MLA നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കുന്നപ്പള്ളി, കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന്, മുതിർന്ന കോൺഗ്രസ് നേതാവ് P സതീഷ് ചന്ദ്രൻ നായർ, അബ്ദുൾ കരീം, സനോജ് പനക്കൽ, ജയകുമാർ കുറിഞ്ഞിയിൽ, മുണ്ടക്കയം സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൊൻകുന്നം ടൗണിൽ പ്രവർത്തകർ പ്രകടനമായി എത്തിയ ശേഷമായിരുന്നു ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് ശേഷം KSRTC ബസ്സിൽ MLA പാലാ വരെ സഞ്ചരിച്ചു. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നെഴുതിയ KSRTC ബസ്സുകളിൽ മാത്രമാണ് സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. KSRTC പൊൻകുന്നം ഡിപ്പോയിൽ നിന്നും പാലാ പൊൻകുന്നം ചെയിൻ സർവീസ് ഉൾപ്പെടെ 21 ഓർഡിനറി ബസ്സുകളാണ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തുന്നത്. KSRTC പൊൻകുന്നം ഡിപ്പോയിലെ എല്ലാ ബസ്സുകളും ടൗണിലെ സ്വകാര്യ സ്റ്റാൻഡിൽ എത്തിയ ശേഷമാണ് കടന്നുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പ്രിയദർശിനി പുതുപ്പള്ളി നിയോജക മണ്ഡലം ഉദ്ഘാടനം നടന്നു. ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കൊപ്പം ചാണ്ടിയുമ്മനും യാത്ര ചെയ്തു. ചരിത്ര നിമിഷമാണിതെന്ന് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. തീർച്ചയായിട്ടും ആൾക്കാർ ഉപയോഗിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നമ്മൾ വാക്ക് പറഞ്ഞാൽ പാലിക്കണം, അല്ലെ പറയാൻ പാടില്ല. ഇവിടെ UDF സർക്കാർ വാക്ക് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാണ്, അല്ല ഞങ്ങൾ ജുംല തരത്തില്ല. 1 രൂപയ്ക്ക് അരി കൊടുക്കുമെന്ന് 15 വർഷം ഉമ്മൻചാണ്ടി പറഞ്ഞു. അത് നടപ്പിലാക്കി. ഞങ്ങള് അതുപോലെ തന്നെ ഓരോ പദ്ധതികളും UDF സർക്കാരിന്റെ പദ്ധതികൾ നോക്കിയാൽ അറിയാം, എല്ലാം നടപ്പിലാക്കിയതാണ്. നമ്മൾ ഇനിയും ഇങ്ങനെയുള്ള പദ്ധതികൾ പറഞ്ഞിട്ടുള്ളത് എല്ലാം നടപ്പിലാക്കും. കോട്ടയത്ത് മഹിളാ മോർച്ച പ്രവർത്തകരും KSRTC ബസ് യാത്രക്കാരുമായി വാക്കേറ്റം. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു
മഹിളാ മോർച്ചയുടെ സമരം. കൊട്ടാരക്കര സൂപ്പർഫാസ്റ്റ് ബസിനുള്ളിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് ബസ് യാത്ര പുറപ്പെടാൻ താമസിച്ചു. കോട്ടയത്ത് മഹിളാ മോർച്ച പ്രവർത്തകരും KSRTC ബസ് യാത്രക്കാരുമായി വാക്കേറ്റം. പ്രിയദർശിനി പദ്ധതിയിൽ മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു വാക്കേറ്റം. കോട്ടയം KSRTC ഡിപ്പോയിൽ ബസിനുള്ളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചതാണ് യാത്രക്കാരുമായി വാക്കേറ്റത്തിന് ഇടയാക്കിയത്. കോട്ടയം ഡിപ്പോയിൽ നിന്നും കൊട്ടാരക്കരയ്ക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസിനുള്ളിലായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ബസിലെ യാത്രക്കാർക്ക് സൗജന്യ ടിക്കറ്റ് നൽകണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ബസ് പുറപ്പെടാൻ വൈകിയതോടെ യാത്രക്കാർ ശബ്ദമുയർത്തുകയും പ്രതിഷേധക്കാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ആയിരുന്നു. അതേസമയം യാത്ര തടസ്സപ്പെടുത്താൻ തങ്ങൾ ശ്രമിച്ചിട്ടില്ലെന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ വ്യക്തമാക്കി. യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് മടങ്ങി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MG സർവകലാശാലയിൽ RSS കാവ്യവൽക്കരണം നടത്തുന്നുവെന്നാരോപിച്ച് SFI സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ ക്യാമ്പസുകളിലും SFI പ്രതിഷേധിച്ചു. MG സർവകലാശാലയിൽ RSS കാവ്യവൽക്കരണം നടത്തുന്നതായി ആരോപിച്ച് SFI സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തി. പുതുതായി നിയമിച്ച സർവകലാശാല VCയുടെ അടക്കം നിയമനം ഇതുപ്രകാരമാണ് നടന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ക്യാമ്പസ് ഗേറ്റിൽ നിന്ന് ആരംഭിച്ച പ്രകടനം VCയുടെ ഓഫീസിന് മുന്നിൽ തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ SFI ജില്ലാ സെക്രട്ടറി രാഹുൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ ക്യാമ്പസുകൾക്കകത്തേക്കും SFI പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിനകത്ത്. അങ്ങനെ ഈ ക്യാമ്പസിനെ RSSന്റെ ശാഖകളാക്കി മാറ്റാമെന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ മാവൂദും വിചാരിക്കണ്ട എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം അങ്ങനെ RSSന്റെ ശാഖകളാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറുമാകുവാണെങ്കിൽ ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ എതിർത്തിക്കൊണ്ട് ഈ വിദ്യാർത്ഥികളാകുന്ന ഞങ്ങളുടെ സമരത്തിൽ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ട് അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ഇവിടെ നിങ്ങളുടെ ഒരു RSS വൽക്കരണവും നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നും ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം നിഖിത മനോജ്, യൂണിറ്റ് പ്രസിഡന്റ് അൻസിൽ, യൂണിറ്റ് സെക്രട്ടറി അതിരി തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ പ്രതീകാത്മകമായി VCക്ക് കൈമാറുന്ന സമരവും പരിപാടിയുടെ ഭാഗമായി നടന്നു. സർവകലാശാലയ്ക്ക് കീഴിലെ ക്യാമ്പസുകളിലും SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. N. ഹരി റബ്ബർ ബോർഡ് ചെയർമാൻ. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. N. ഹരി റബ്ബർ ബോർഡ് ചെയർമാൻ. 18 മാസത്തിന് ശേഷമാണ് റബ്ബർ ബോർഡിന് സ്ഥിരം ചെയർമാനെ നിയമിക്കുന്നത്. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ സവർ ധനാനിയ ഒഴിഞ്ഞ ശേഷം വാണിജ്യ മന്ത്രാലയം സെക്രട്ടറിമാർക്ക് ചെയർമാന്റെ ചുമതല നൽകി വരികയായിരുന്നു. N. ഹരിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കി. 2026 ജൂൺ 10 മുതൽ 3 വർഷത്തേക്കാണ് നിയമനം. കേന്ദ്ര ഗവൺമെന്റിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിന് കീഴിലുള്ള ബോർഡിന്റെ ആസ്ഥാനം കോട്ടയത്താണ്. BJP മധ്യമേഖലാ പ്രസിഡന്റായ N. ഹരി പള്ളിക്കത്തോട് സ്വദേശിയാണ്. BJP കോട്ടയം ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ റബ്ബർ ബോർഡ് അംഗമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എലിക്കുളത്ത് കർഷക സംഗമം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എലിക്കുളത്ത് കർഷക സംഗമം നടന്നു. കഴിഞ്ഞ 7 വർഷക്കാലത്തിലധികമായി മുടങ്ങാതെ പ്രവർത്തിച്ചു വരുന്ന കുരുവിക്കൂട് തളിർ നാട്ടുചന്ത കേരളത്തിന് എലിക്കുളം പകരുന്ന മാതൃകയാണെന്ന് കർഷക സംഘം ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് പറഞ്ഞു. കർഷക പ്രതിഭകളായ KK വാസു കരിമുണ്ടയിൽ, ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിൽ, പയസ് സേവ്യർ നരുതൂക്കിൽ, മഞ്ജു ടോണി പന്തലാടിക്കൽ, ഏറ്റവും കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്നും വാങ്ങിയ ചന്ദ്രശേഖരൻ നായർ പൊൻകുന്നം എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരുമനങ്ങാട്ട് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജയദീപ് പാറക്കൽ മുഖ്യപ്രഭാഷണവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ് പദ്ധതി വിശദീകരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യമോൾ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PS പ്രജീഷ്, ചെറുവള്ളി തളിർ സെക്രട്ടറി വിൽസൺ പാമ്പൂരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് പച്ചക്കറി തൈകൾ, വിത്തുകൾ, കാർഷിക ലഘുലേഖകൾ എന്നിവയും വിതരണം ചെയ്തു. മികച്ച അടുക്കളത്തോട്ടത്തിന് ഓണത്തോടനുബന്ധിച്ച് സമ്മാനം നൽകുമെന്ന് നാട്ടുചന്ത ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ KSRTC അങ്കണത്തിൽ കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി KSRTC സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് ആക്കം കൂട്ടാൻ പദ്ധതി സഹായിക്കുമെന്ന് ദിയ ബിനു പറഞ്ഞു. ആലീസ് കാപ്പൻ, ജോയി കളരിക്കൽ, പ്രശാന്ത് പാല, ജോഷി വട്ടക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു.
പൊതുപ്രവർത്തകനായിരുന്ന ഡിജോ കാപ്പന്റെ പേരിൽ ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പൊതുമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും സത്യസന്ധമായ സാംസ്കാരിക പ്രവർത്തനത്തിലും വിശ്വസിച്ച് സമൂഹ നന്മയ്ക്കായി യത്നിച്ച പൊതുപ്രവർത്തകനായിരുന്നു ഡിജോ കാപ്പനെന്നും നിർണായക നിമിഷങ്ങളിൽ ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും പ്രാപ്തനായ ഒരാളുടെ നഷ്ടമാണ് ഡിജോയുടെ നിര്യാണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാലായിൽ പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പന്റെ പേരിലുള്ള ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പുണ്യചരിതമായ അനേകം മഹാന്മാരുടെ ജന്മം കൊണ്ട് ധന്യമായ പാലായുടെ മണ്ണ് തന്റെ പൊതുപ്രവർത്തനത്തിന് മാർഗമായി തീർന്നിട്ടുണ്ടെന്നും പൊതുജീവിതത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തി പൊതുസമൂഹത്തിലെ ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ താനെന്നും ദത്തസദ്ധനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ശ്രീ ഡിജോ കാപ്പനുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനകാലം മുതലാണ്. അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരള വിദ്യാർത്ഥി കോൺഗ്രസ് ഒരു വശത്തും KSU മറുവശത്തുമാണ്. അപ്പോൾ ബന്ധം എങ്ങനെ നിൽക്കും എന്ന് ഞാൻ വിശദീകരിക്കുകയും വേണ്ട. ക്യാമ്പസുകളിലെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഇരുവശങ്ങളിലായി നിന്ന് പ്രവർത്തിക്കേണ്ടി വന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ നിരവധിയുണ്ട്. ഞാൻ അവരെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. ട്രസ്റ്റ് പ്രസിഡന്റ് PC ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സെറിയക് തോമസ്, ഫ്രാൻസിസ് ജോർജ് MP, മാണി കാപ്പൻ MLA, ജോസഫ് വാഴക്കൻ XMLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, ജോസ് ടോംപുലിക്കുന്നൽ, ഡോക്ടർ സാബു ഡി മാത്യു, ഡോക്ടർ സോജൻ പുല്ലാട്ട എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്ര നേട്ടത്തിൽ KSRTC വനിതകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങി. സ്വാഗതം ചെയ്ത് സന്തോഷത്തോടെ വനിതകൾ. കോട്ടയത്ത് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്ന ആവശ്യം. യാത്രക്കാരും സമരക്കാരും തമ്മിൽ തർക്കം. MG സർവകലാശാലയിൽ RSS കാവ്യവൽക്കരണമെന്ന് SFI. സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച്. എലിക്കുളത്ത് കർഷക സംഗമം. കുരുവിക്കൂട് തളിർ നാട്ടുചന്തയ്ക്ക് സ്ഥിരം കെട്ടിടമൊരുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.